ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൂന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. അപ്പോൾ നമ്മൾ 7 ഡേ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഓവർനൈറ്റ് ഓട്സ് ആണ്. കുക്കിംഗ് ഒന്നുമില്ല, നമ്മൾ തലേ ദിവസം ഓട്സ് കുതിർത്ത് വെക്കുകയാണ്. അപ്പം പാലിൽ കുതിർത്ത് വെക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത്. നമ്മൾ 2 ദിവസം നാടൻ ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണ് ഒന്ന്. കൂടെ ഞാൻ വെച്ചിരിക്കുന്നത് മഫിൻസും ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഹോൾ വീറ്റ് മഫിൻസും കൂടെ ക്യാരറ്റ് ജ്യൂസുമാണ്. മഫിൻസ് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ മഫിൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കേണ്ട, കപ്പ് കേക്ക് അല്ല. കപ്പ് കേക്ക് എന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് മഫിൻസ് എന്ന് പറയുന്നത്. മഫിൻസ് ആക്ച്വലി പുറത്തുള്ളവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ കപ്പ് കേക്കിൻ്റെ ടെക്സ്ചറും ആണ്, എന്നാൽ എക്സാക്ട്ലി ഒരു കപ്പ് കേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു ബ്രെഡിൻ്റെ മിക്സും ഉണ്ടായില്ല. ഒരു ബ്രെഡിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും ആണ് ഈ മഫിൻസ് എന്ന് പറയുന്നതിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഗോതമ്പ് വെച്ചുണ്ടാക്കുന്ന എഗ്ലെസ് ഹോൾ വീറ്റ് മഫിൻസ് ആണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ കൂടെ ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ആകെയുള്ളത് മഫിൻസ് മാത്രമേ ഉള്ളൂ. അതിനൊരു 10-20 മിനിറ്റ് എടുക്കും, അത്രേ ഉള്ളൂ. ഉണ്ടാക്കാൻ ഒരു 5 മിനിറ്റ്, ബേക്ക് ചെയ്യാൻ ഒരു 20-25 മിനിറ്റ് അത്രേ വേണ്ടൂ. ഓക്കെ, അപ്പം ഓവർനൈറ്റ് ഓട്സിന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല, അറിയാലോ. ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും കാണിച്ചു തരാം. പിന്നെ ക്യാരറ്റ് ജ്യൂസ് വേണം. അപ്പോൾ ഒരുപാട് പേര് കണ്ടതാണ് എൻ്റെ ചാനലിൽ ക്യാരറ്റ് ജ്യൂസ്. അപ്പം അന്ന് ഞാൻ ഇട്ടിരിക്കുന്നതും ക്യാരറ്റ് ജ്യൂസാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. വെറുതെ ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഇന്നത്തെ മൂന്നാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കണ്ടു നോക്കൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മഫിൻസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ മഫിൻസ് ബേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് ജ്യൂസും ഓവർനൈറ്റ് ഓട്സിലേക്കുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തും തുടങ്ങാം. അപ്പോൾ ഓവൻ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക 180 ഡിഗ്രി സെൽഷ്യസിൽ. കൺവെക്ഷൻ ആണെങ്കിൽ അറിയാലോ 160 ഡിഗ്രി സെൽഷ്യസിൽ വയ്ക്കാം. ഞാനിവിടെ മഫിൻ ട്രേ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യില്ല, അതേമാതിരി തന്നെ കുറച്ച് നെയ്യോ എണ്ണയോ തടവിയിട്ട് കുറച്ച് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോൾ വീറ്റ് മഫിൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് വെച്ചതാണ്. 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം, അതിലോട്ട് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് വേർഷൻ നോക്കിയിട്ടാണ്, കാരണം നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്, അതുകൊണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂണിൽ അളന്നെടുക്കാൻ പോകുന്ന ആപ്പിൾ സൈഡർ വിനീഗറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു മഫിനാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്. വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലോട്ടിൽ പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം വല്ലാതെ വലിയ തരികളായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി. ഓക്കെ, പിന്നെ 1 കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്, വീറ്റ് ഫ്ലോർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിത് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഓവൻ പ്രീഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഓവൻ പ്രീഹീറ്റായി കഴിഞ്ഞ ഉടനെ നമുക്ക് മാവ് റെഡിയാക്കിയിട്ട് മഫിൻ ട്രേയിലൊക്കെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ എൻ്റെ കൺവെക്ഷൻ ഓവൻ ആയതുകൊണ്ട് ഏകദേശം 20 മിനിറ്റ് അത്രയും മതിയാവും. മാക്സിമം ആണ് 20 മിനിറ്റ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആവുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഓക്കെ. ഓവർനൈറ്റ് ഓട്സിൻ്റെ ഓൾറെഡി ഞാൻ തലേദിവസം തന്നെ പാലിൽ കുതിർത്ത് ഫ്ലാക്സ് സീഡും ചിയാ സീഡൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഹെൽത്തി വേർഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോൾ വീറ്റിൽ ചെയ്യണത്. ഹോൾ വീറ്റ് മഫിൻസ് ഉണ്ടാക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റാണ്, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡിയായി. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ഫ്ലോറും പാടില്ല. എല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓവൻ പ്രീഹീറ്റായിട്ടുണ്ട്. ഇതിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കുഴികളിലും നിറച്ചിട്ടുണ്ട്. ഞാനിത് ഒരു 10-20 മിനിറ്റ് മാക്സിമം ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അത് ബേക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം ക്വിക്കായിട്ട് ഒരു തട്ടിക്കൂട്ട് ക്യാരറ്റ് ജ്യൂസ് കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒരു വലുതും ഒരു ചെറിയൊരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ജ്യൂസാക്കാം. ഓക്കെ. പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. എന്നാൽ ഞാൻ വെറും പ്യുവർ ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നാരങ്ങ നീരോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ മിക്സ്ഡ് ജാറിലോട്ട് ഞാനിതാ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യാം. ഞാനിത് സ്ട്രെയിൻ ചെയ്ത് പോലും എടുക്കുന്നില്ല. പൾപ്പോട് കൂടെ തന്നെയാണ് ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം നന്നായിട്ടൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ട്രെയിൻ അരിച്ചിട്ടല്ല എടുക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് സെർവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതാ ക്യാരറ്റ് ജ്യൂസും റെഡിയായി. ഇതാ നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിപ്പോൾ കുറച്ച് മുമ്പ് എടുത്ത് വെച്ചതാണ്. നമ്മൾ മഫിൻസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ പാല്, 1 കപ്പ് പാല്, 1 കപ്പ് ഓട്സ് ഓൾറെഡി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് ചിയാ സീഡ്, കുറച്ച് ഫ്ലാക്സ് സീഡും 1 ടേബിൾ സ്പൂൺ വരണ മാതിരി തൈരും ഇട്ട് വെച്ചതാണ്. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതെല്ലാം നല്ല ആ പാല് മുഴുവൻ വെളിച്ചെടുത്ത് നല്ല ഗുണ്ടുമണികളായിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ? ഇതാ അങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പാല് വരണത്. അപ്പോൾ എല്ലാം ഒന്ന് ആദ്യം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് ആപ്പിളൊന്നുമില്ല. ആകെ കുറച്ച് ഡേറ്റ്സും കുറച്ച് നട്ട്സും കുറച്ച് പഴമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇന്ന് ടോപ്പ് ചെയ്യാൻ പോകുന്നത്. തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്. ഓക്കെ. അപ്പോൾ ഞാനൊരു 2 ബൗൾ എടുത്തിട്ട് വന്നിട്ട് നമുക്കിതെല്ലാം സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നട്ട്സ് ഒന്ന് ഞാൻ ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് കുറച്ച് കാഷ്യൂ, കുറച്ച് പിസ്ത, കുറച്ച് ബദാം, കുറച്ച് വാൽനട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഡേറ്റ്സ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് ഇതാ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ചുകൂടെ പഴവും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഓവർനൈറ്റ് ഓട്സും ഫ്ലാക്സ് സീഡും ചിയാ സീഡുള്ള മിക്സ്ചറിനെ ഞാൻ എന്താ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സെർവിങ് ബൗളിലോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാനതാ ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നടുവിലോട്ട് കുറച്ച് പഴം, ഈ ഒരു സൈഡിലോട്ട് ഞാൻ കുറച്ച് നട്ട്സും സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡിയായി. മഫിൻസും ബേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റെഡിയാവും 2 മിനിറ്റിൽ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം പ്ലേറ്റ് ചെയ്യാം. അപ്പം ദാ മഫിൻസും ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ദാ 2 പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. കണ്ടോ, ഇളം ചൂടുണ്ട് ഇപ്പോഴും കേട്ടോ. അപ്പം മിക്സാണ് ഈ മഫിൻസ് എന്ന് പറയുന്നത്. കപ്പ് കേക്കും ബ്രെഡിൻ്റെയും ഒരു മിക്സാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. അപ്പം ദാ ക്യാരറ്റ് ജ്യൂസ് ഞാൻ ഇവിടെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കുറച്ച് തേൻ കൂടെ ഒഴിച്ച് കൊടുക്കണം, എന്നിട്ട് വേണം കഴിക്കാൻ. ഇത് നാച്ചുറൽ തേനാണ് കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പ് കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ ഇട്ടിട്ട് കഴിച്ചാൽ മതി. ഇപ്പോൾ എന്തായാലും ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഈസിയാണ്. ഓവൻ ഇല്ലെങ്കിൽ അറിയാലോ, കുക്കറിൽ ഉപ്പിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വലിയൊരു അടികട്ടിയുള്ള പാനിൽ ഉപ്പിട്ടിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, ഡിഫറെൻ്റ് ആയിരിക്കും, കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായിരിക്കും. ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.